നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് കൊളംബിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ സൂപ്പർ സ്ട്രൈക്കർ ലൗറ്ററോ മാർട്ടിനസ് നേടിയ ഗോളാണ് അർജന്റീനക്ക് വിജയവും അതുവഴി കിരീടവും ഇപ്പോൾ സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താനും മെസ്സി പടക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനത്തെ 28 മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽവി അറിയാതെയാണ് കൊളംബിയ ഈ ഒരു മത്സരത്തിന് വന്നിരുന്നത്. അവരെ ആ ഒരു കുതിപ്പ് അവസാനിപ്പിക്കാനും ഇപ്പോൾ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. 16ാമത്തെ കോപ്പ അമേരിക്ക കിരീടമാണ് ഇപ്പോൾ അർജന്റീന തങ്ങളുടെ സ്വന്തം ഷെൽഫിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലയണൽ മെസ്സി പരിക്ക് കാരണം കളിക്കളത്തിന് പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ ക്യാപ്റ്റന്റെ ആംബാൻഡ് അദ്ദേഹം ഏഞ്ചൽ ഡി മരിയക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഡി മരിയയും പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ സമയത്ത് നിക്കോളാസ് ഓട്ടോമാറ്റിക് ഡി മരിയ ഈ ഒരു ആംബാൻഡ് കൈമാറി. ഇങ്ങനെ 3 പേരാണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ നയിച്ചിരുന്നത്. എടുത്തു പറയേണ്ടത് ഈ 3 പേരെയും ക്യാപ്റ്റനായ ലയണൽ മെസ്സി ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. അതായത് ട്രോഫി സ്വീകരിച്ചത് ലയണൽ മെസ്സിയാണ്. പക്ഷെ ആ ട്രോഫി ഉയർത്താൻ വേണ്ടി ഡി മരിയയെയും അതുപോലെ തന്നെ നിക്കോളാസ് ഓട്ടോമെന്റിയെയും ലയണൽ മെസ്സി തന്നെ ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ ഈ 3 താരങ്ങളും ചേർന്നുകൊണ്ടാണ് കോപ്പ അമേരിക്ക കിരീടം തങ്ങളുടെ താരങ്ങളോടൊപ്പം ഉയർത്തിയിട്ടുള്ളത്. ലയണൽ മെസ്സി എന്ന ആ ഒരു ക്യാപ്റ്റൻ ഇവിടെ ഒരു ഉദാത്ത മാതൃകയാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഡി മരിയ തന്റെ കരിയറിലെ അവസാനത്തെ മത്സരമാണ് അർജന്റീനക്ക് വേണ്ടി ഇപ്പോൾ കളിച്ചിട്ടുള്ളത്. കിരീടം നേടിക്കൊണ്ട് പടിയിറങ്ങാൻ കഴിഞ്ഞു എന്നത് ഈ മാലാഗയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് മെസ്സി ഈ ഒരു ടൂർണമെന്റിൽ നേടിയിട്ടുള്ളത്. പ്രതീക്ഷിച്ച രൂപത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മെസ്സിയുടെ ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ മെസ്സിയുടെ അഭാവത്തിലും മിന്നുന്ന പ്രകടനമാണ് അർജന്റീന നടത്തുന്നത് എന്നത് അർജന്റീന ആരാധകർക്ക് വളരെയധികം സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.